നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 26-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. 11-ാം ആണ്ട് 1-ാം മാസം യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, യെരുശലേമിനെ കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരുന്നവൾ തകർന്നുപോയി, അവൾ എങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവൾ ശൂന്യമായി തീർന്നിരിക്കയാൽ ഞാൻ നിറയും എന്ന് സോർ പറയുന്നത് കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: സോരേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. സമുദ്രം തൻ്റെ തിരകളെ കയറി വരുമാറാക്കുന്നത് പോലെ ഞാൻ അനേകം ജാതികളെ നിന്റെ നേരെ പുറപ്പെട്ടു വരുമാറാക്കും. അവർ സോറിൻ്റെ മതിലുകളെ നശിപ്പിച്ച് അതിൻ്റെ ഗോപുരങ്ങളെ ഇടിച്ചു കളയും. ഞാൻ അതിൻ്റെ പൊടി അടിച്ചുവാരി കളഞ്ഞ് അതിനെ വെറും പാറയാക്കും. അത് സമുദ്രത്തിന് നടുവിൽ വല വിരിക്കുന്നതിനുള്ള സ്ഥലമായി തീരും. ഞാനത് അരുളി ചെയ്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അത് ജാതികൾക്ക് കവർച്ചയായി തീരും. നാട്ടുപുറത്തുള്ള അതിൻ്റെ പുത്രിമാരെ വാൾ കൊണ്ട് കൊല്ലും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ വടക്ക് നിന്ന് രാജാവായ നെബൂഖദ്നേസർ എന്ന ബാബേൽ രാജാവിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരച്ചേവകരോടും ജനസമൂഹത്തോടും വളരെ പടജനത്തോടും കൂടെ സോറിന് നേരെ വരുത്തും. അവൻ നാട്ടുപുറത്തുള്ള നിന്റെ പുത്രിമാരെ വാൾ കൊണ്ട് കൊല്ലും. അവൻ നിന്റെ നേരെ കൊത്തളം പണിത് വാടകോരി നിന്റെ നേരെ ഒരു മറ നിർത്തും. അവൻ നിന്റെ മതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വെച്ച് കോടാലി കൊണ്ട് നിന്റെ ഗോപുരങ്ങളെ തകർത്ത് കളയും. അവന്റെ കുതിരകളുടെ പെരുപ്പം കൊണ്ട് കിളരുന്ന പൊടി നിന്നെ മൂടും. മതിൽ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണത്തിലേക്ക് കടക്കുന്നത് പോലെ അവൻ നിന്റെ ഗോപുരങ്ങളിൽ കൂടി കടക്കുമ്പോൾ കുതിര ചേവകരുടെയും ചക്രങ്ങളുടെയും രഥങ്ങളുടെയും മുഴക്കം കൊണ്ട് നിന്റെ മതിലുകൾ കുലുങ്ങിപ്പോകും. നിന്റെ കുതിരകളുടെ കുളമ്പുകൊണ്ട് അവൻ നിന്റെ സകല വീടുകളെയും മെതിച്ചു കളയും. നിന്റെ ജനത്തെ അവൻ വാൾ കൊണ്ട് കൊല്ലും. നിന്റെ ബലമുള്ള തൂണുകൾ നിലത്ത് വീണുകിടക്കും. അവർ നിന്റെ സമ്പത്ത് കവർന്ന് നിന്റെ ചരക്ക് കൊള്ളയിട്ട് നിന്റെ മതിലുകൾ ഇടിച്ച് നിന്റെ മനോഹര ഭവനങ്ങൾ നശിപ്പിക്കും. നിന്റെ കല്ലും മരവും മണ്ണും എല്ലാം അവർ വെള്ളത്തിലിട്ട് കളയും. നിന്റെ പാട്ടുകളുടെ ഘോഷം ഞാൻ ഇല്ലാതാക്കും. നിന്റെ വീണകളുടെ നാദം ഞാൻ കേൾപ്പിക്കുകയില്ല. ഞാൻ നിന്നെ വെറും പാറയാക്കും. നീ വലവിരിപ്പാനുള്ള സ്ഥലമായി തീരും. നിന്നെ ഇനി പണികയില്ല. യഹോവയായ ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. യഹോവയായ കർത്താവ് സോറിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിഹതന്മാർ ഞരങ്ങുമ്പോഴും നിന്റെ നടുവിൽ സംഹാരം നടക്കുമ്പോഴും നിന്റെ വീഴ്ചയുടെ ഒച്ചയാൽ ദ്വീപുകൾ നടുങ്ങിപ്പോകയില്ലയോ? അപ്പോൾ സമുദ്രത്തിലെ സകല പ്രഭുക്കന്മാരും സിംഹാസനം വിട്ടിറങ്ങി അങ്കികളെ നീക്കി വിചിത്ര വസ്ത്രങ്ങളെ അഴിച്ചുവയ്ക്കും. അവർ വിറയൽ പൂണ്ട് നിലത്തിരുന്ന് മാത്രതോറും വിറച്ചുകൊണ്ട് നിന്നെക്കുറിച്ച് സ്തംഭിച്ചു പോകും. അവർ നിന്നെ ചൊല്ലി ഒരു വിലാപം തുടങ്ങി നിന്നെക്കുറിച്ച് പറയും: സമുദ്രസഞ്ചാരികൾ പാർത്തതും കീർത്തിപ്പെട്ടതുമായ പട്ടണമേ, നീ എങ്ങനെ നശിച്ചിരിക്കുന്നു! നീയും നിന്റെ നിവാസികളും സമുദ്രത്തിൽ പ്രാബല്യം പ്രാപിച്ചിരുന്നു. അതിലെ സകല നിവാസികൾക്കും നിങ്ങളെ പേടിയായിരുന്നുവല്ലോ. ഇപ്പോൾ നിന്റെ വീഴ്ചയുടെ നാളിൽ ദ്വീപുകൾ വിലപിക്കും. അതെ, സമുദ്രത്തിലെ ദ്വീപുകൾ നിന്റെ നിര്യാണത്തിങ്കൽ ഭ്രമിച്ചു പോകും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്നെ നിവാസികളില്ലാത്ത പട്ടണങ്ങളെപ്പോലെ ശൂന്യ പട്ടണം ആക്കുമ്പോഴും ഞാൻ നിന്റെ മേൽ ആഴിയെ വരുത്തി പെരുവെള്ളം നിന്നെ മൂടുമ്പോഴും ഞാൻ നിന്നെ കുഴിയിൽ ഇറങ്ങുന്നവരോട് കൂടെ പുരാതന ജനത്തിന്റെ അടുക്കൽ ഇറക്കുകയും നിനക്ക് നിവാസികൾ ഇല്ലാതെ ആയിരിക്കേണ്ടതിനും നീ ജീവനുള്ളവരുടെ ഭാഗദേശത്ത് നിലനിൽക്കാതെ ഇരിക്കേണ്ടതിനും ഞാൻ നിന്നെ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ പുരാതന ശൂന്യങ്ങളിൽ തന്നെ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ പാർപ്പിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ ശീഘ്രനാശത്തിന് ഏൽപ്പിക്കും. നീ ഇല്ലാതെയായി പോകും. നിന്നെ അന്വേഷിച്ചാലും ഇനി ഒരിക്കലും നിന്നെ കണ്ടെത്തുകയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്.
യെഹെസ്കേൽ പ്രവചനം 26, 27, 28 അധ്യായങ്ങൾ ഇസ്രായേലിന്റെ വടക്കേ രാജ്യമായ സോരിന്റെ ന്യായവിധിയെ വിശദീകരിക്കുന്നതാണ്. പ്രവാസത്തിന്റെ 11-ാം ആണ്ട് 1-ാം തീയതി ആയിരുന്നു അരുളപ്പാട്. സോർ നിവാസികൾ പ്രഭുക്കളായിരുന്നുവെന്ന് 45-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യത്തിലുണ്ട്. ശലോമോന് ദേവാലയം പണിയാൻ തടിയും കല്ലും പൊന്നുമൊക്കെ നൽകിയത് സോർ രാജാവായ ഹീരാമായിരുന്നു. ഇസ്രായേലിന്റെ വീഴ്ചയിൽ സന്തോഷിച്ചതായിരുന്നു സോറിന്റെ പാപം. ശത്രു രാജ്യങ്ങൾ കൂട്ടമായി വന്ന് മതിലും കെട്ടിടങ്ങളും തകർത്ത് പൊടിയാക്കുമെന്നായിരുന്നു പ്രവചനം. ശത്രുക്കൾ സകല സ്ത്രീ പുരുഷന്മാരെയും വാൾ കൊണ്ട് കൊല്ലും. നെബൂഖദ്നേസറിന്റെ ഉപദ്രവമായിരിക്കും ഏറ്റവും ശക്തം. 7, 8, 9 വാക്യങ്ങൾ പറയുന്നത് യന്ത്രത്തോക്കുകൾ ഉപയോഗപ്പെടും, സകല മനുഷ്യരും മൃഗങ്ങളും ഉന്മൂലനാശം ചെയ്യപ്പെടും എന്നായിരുന്നു. ദൈവം സമുദ്രത്തെ വരുത്തി സോരിനെ വെള്ളത്തിൽ മൂടുമാറാക്കുമെന്നാണ് 19-ാം വാക്യം. സമുദ്രത്തിന്റെ മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറകളിൽ മീൻ പിടിക്കുന്നവർ വല വിരിക്കാൻ ഇടയാകും. അതായത് സോർ എന്ന പട്ടണം സമുദ്രത്തിൽ മുങ്ങിപ്പോകാൻ ഇടയായിത്തീരും. ഇതാണ് 5ഉം 14ഉം വാക്യങ്ങൾ പറയുന്നത്. യെഹെസ്കേലിന്റെ പ്രവചനം അക്ഷരം പ്രതി നിറവേറി. പാപം മൂലം ആ സമ്പന്നമായ പട്ടണം ഇന്നില്ലാതെയായി. അത് വെള്ളത്തിൽ മുങ്ങിപ്പോയി. പാപം പെരുകിയ പട്ടണങ്ങളോടും ദേശങ്ങളോടും രാജ്യങ്ങളോടും ദൈവം ന്യായവിധി നടത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ ധാർമ്മിക പ്രമാണങ്ങളെ അവഗണിക്കുന്നവരെ ദൈവം ഇന്നും ന്യായം വിധിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും പ്രകൃതിക്ഷോഭങ്ങളും മേഘവിസ്ഫോടനങ്ങളും ചക്രവാത ചുഴിയും സുനാമിയും അതുപോലെ കൊറോണയും എയ്ഡ്സും മാരകമായ മറ്റ് പകർച്ചവ്യാധികളും ഭൂകമ്പങ്ങളും എല്ലാം തന്നെ തീർച്ചയായിട്ടും ദൈവം പാപത്തെ ശിക്ഷിക്കുന്നതിൻ്റെ സൂചനകളാണ്. ഭാവിയിൽ പാപികളായ മനുഷ്യരെ ദൈവം ന്യായം വിധിക്കും എന്നുള്ളതിൻ്റെ സൂചനകൾ ഓരോ ദേശത്തും ദൈവം നൽകുകയാണ്. ദൈവം നീതിമാനാണ്, വിശുദ്ധനാണ്, ധാർമ്മിക പ്രമാണങ്ങൾ മനുഷ്യന് നൽകിയവനാണ്. അത് പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ, നന്മകൾ അനുഭവിക്കുവാൻ നാം തയ്യാറാകാതെ ദൈവം നൽകിയ വായുവും വെള്ളവും ചൂടും തണുപ്പും ഭക്ഷണവും സുഖസൗകര്യങ്ങളും പൊന്നും വെള്ളിയും എല്ലാം ആസ്വദിച്ച് ദൈവത്തെ മറന്ന് മദ്യപന്മാരായി അധാർമികളായി ജീവിച്ചാൽ ദൈവം അവരെ തൊടും. ദൈവം തീർച്ചയായിട്ടും ന്യായം വിധിക്കും. അതാണ് സോർ എന്ന ഇസ്രായേലിന്റെ വടക്കുള്ള ആ പട്ടണം ഇന്ന് ഇല്ലാതെയാകുവാൻ ദൈവം അനുവദിച്ചത്. അതുകൊണ്ട് വളരെ ഭയത്തോടെ ദൈവത്തെ സ്നേഹിപ്പാൻ, അനുസരിക്കാൻ, ആരാധിക്കാൻ ഏവരെയും ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.